നിങ്ങൾക്ക് ഞാനിന്ന് വളരെ വിചിത്രമായൊരു കാര്യം ഓർമ്മിപ്പിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കേവലം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഒരു കുടം നിറയെ പാലുണ്ടെന്നിരിക്കട്ടെ. എന്നാൽ ഈ പാലിനകത്തേക്ക് അബദ്ധത്തിൽ ഒരു തുള്ളി വിഷമിറ്റ് വീണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ പിന്നെ ആരെങ്കിലും ആ പാല് കുടിക്കുവാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടെന്നാൽ ആ പാലിൽ പതിച്ചത് ഒരു തുള്ളി വിഷമാണെങ്കിലും നാം പറയുന്നത് എങ്ങനെയായിരിക്കുമെന്നോ, ആ പാൽ മുഴുവൻ വിഷമാണ്, ആരും കുടിക്കരുതേ എന്ന്. ശരിയല്ലേ? എന്നാൽ ഈ കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാനിരിക്കുന്നത് എന്തെന്നാൽ, ഈ കാര്യം തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? അതായത്, നിങ്ങളുടെ കയ്യിൽ ഒരു കുടം നിറയെ വിഷമുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അതിലേക്ക് ഒരു തുള്ളി പാലൊറ്റി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ വിഷത്തിന്റെ കുടത്തെ നോക്കി ആരെങ്കിലും ആ കുടം നിറയെ പാലാണ്, അത് കുടിക്കാമെന്ന് പറയുമോ? ഒരിക്കലുമില്ല. പാൽ നിറഞ്ഞ കുടത്തിലേക്ക് ഒരു തുള്ളി വിഷമൊറ്റിയപ്പോഴേക്കും ആ പാല് മുഴുവൻ വിഷമാണെന്ന് പറയുന്നു. എന്നാൽ വിഷം നിറഞ്ഞ കുടത്തിലേക്ക് ഒരു തുള്ളി പാലൊറ്റുമ്പോൾ ഒരിക്കലും ആ കുടത്തിൽ മുഴുവൻ പാലാണെന്ന് പറയുന്നില്ല. എന്തിനാണ് ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? ഇത് നമ്മുടെ നല്ല സ്വഭാവത്തെയും മോശ സ്വഭാവത്തെയും സൂചിപ്പിക്കുവാനാണ് പറഞ്ഞത്. അതായത്, നമ്മൾ വളരെ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും, നമ്മൾ എത്ര തന്നെ മാന്യനാണെങ്കിലും ശരി, നമ്മുടെ കയ്യിൽ നിന്നും അബദ്ധത്തിലെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ ഉറ്റവരും സമൂഹവും ഓർമ്മിക്കുന്നത് നാം ചെയ്ത തെറ്റിനെ മാത്രമായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ 1000 നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത ഒരു തിന്മ, ആ ഒരു തിന്മയെ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇത് തിരിച്ചു സംഭവിക്കുകയില്ല. അതായത്, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്ത് ജീവിച്ച ശേഷം ഒരു നന്മ ചെയ്തു എന്നതുകൊണ്ട് ആരും തന്നെ നിങ്ങളെ നല്ലവനായി അംഗീകരിക്കുകയില്ല. നിങ്ങൾ നന്മകൾ എത്ര തന്നെ ചെയ്താലും നിങ്ങൾ ഒരു തിന്മ ചെയ്യുമ്പോഴേക്കും നിങ്ങളെ സമൂഹം കൊള്ളരുതാത്തവനെന്ന് മുദ്രകുത്തും. എന്നാൽ നിങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്ത ശേഷം ഒരു നന്മ ചെയ്യുമ്പോൾ നിങ്ങളെ നന്മ നിറഞ്ഞവനെന്ന് ആരും വിളിക്കുകയില്ലെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? അതായത്, നന്മയെ കാണുവാനുള്ള ശക്തി മനുഷ്യർക്ക് വളരെ കുറവാണ്. എന്നാൽ തിന്മ വളരെ പെട്ടെന്ന് കാണപ്പെടുകയും ചെയ്യും. വെട്ടിത്തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി മനുഷ്യൻ അങ്ങിങ്ങായി അല്പമെല്ലാം നിഴല് കാണപ്പെടുന്നു എന്നാണ് പറയുക. തിളങ്ങുന്ന ഭാഗത്തെ നോക്കുന്നതിന് പകരം അതിലെ ഇരുണ്ട ഭാഗങ്ങളെ നോക്കി പരിതപിക്കുവാൻ മനുഷ്യന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇക്കാര്യം വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ നന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ ഒരു തിന്മ പോലും സംഭവിക്കുവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു തിന്മയായിരിക്കും നിങ്ങളെ വിലയിരുത്തുവാൻ ഉപയോഗിക്കുന്ന സൂചകം. അതുപോലെ നിങ്ങൾ അഥവാ ഒരുപാട് തിന്മകൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ 1 or 2 നന്മകൾ ചെയ്തുകൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള പുതിയ രൂപം വരച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ചെയ്ത തിന്മയുടെ ഇരട്ടിയോ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ നന്മകൾ നിങ്ങൾ അതിനായി ചെയ്യേണ്ടതായി വരും. എന്നാലും ഒരു കാര്യമുണ്ട്, നിങ്ങളെ പൂർണ്ണമായും ആരും നന്മയുള്ളവനെന്ന് അംഗീകരിക്കുകയുമില്ല. കാരണം നിങ്ങൾ തിന്മ ചെയ്തതിൻ്റെ ചരിത്രം നിങ്ങളിലുണ്ട്. മനുഷ്യർക്ക് ഇങ്ങനെ ഒരു വിചിത്രമായ സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് അതിനനുസരിച്ച് ഉചിതമായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തനം ചെയ്തു നോക്കൂ.